നരൻ സിനിമയിൽ കുത്തിയൊഴുകുന്ന പുഴയും ഒഴുകി വരുന്ന മരങ്ങളും സാഹസികമായ മരങ്ങളെ കരക്കടുപ്പിക്കുന്ന മോഹൻലാലും കാണുമ്പോൾ ഞാൻ പെരുമ്പാവൂരിനെ ഓർക്കുകയാണ്. ഈ പദ്ധതിയുടെ ഓപ്പറേഷൻ തുഫാന്റെ ആദ്യത്തെ തുഫാൻ വാരിയർ പ്രശസ്ത സിനിമാ താരം ശ്രീ മോഹൻലാലാണ്. കരുത്തരും സാഹസികരുമായ മനുഷ്യരുടെ ചരിത്രമാണ് പെരുമ്പാവൂരിനുള്ളത്. ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള നിരവധിയായ മഹൽ വ്യക്തികളെ കൊണ്ട് സമ്പന്നമാണ് ഈ പെരുമ്പാവൂർ. സഹ്യപർവ്വതത്തിൽ നിന്ന് കൂറ്റൻ മരങ്ങൾ മുറിച്ച് പെരിയാറിലൂടെ ഒഴുക്കിവിടും. ആ മരങ്ങൾ പെരുമ്പാവൂരിലെത്തുമ്പോൾ കെട്ടി വലിച്ച് കരയ്ക്കടുപ്പിക്കും. എന്നിട്ട് കൈവാളുകൾ കൊണ്ട് അറുത്ത് തടിയാക്കും. ആ തടികൾക്ക് ഇന്ത്യയിലും ലോകത്തും വൻ വിപണി ഒരു കാലത്തുണ്ടായിരുന്നു. ലോകത്തെ അതിപ്രശസ്തമായ പല പൗരാണിക മന്ദിരങ്ങളും പെരുമ്പാവൂരിലെ തടിയുടെ ബലമുണ്ട്. അതാണ് പെരുമ്പാവൂരിന്റെ പെരുമ, അതാണ് പെരുമ്പാവൂരിന്റെ മഹിമ. മനുഷ്യന്റെ അധ്വാനത്തിന്റെ മഹനീയമായ ഉദാഹരണമാണ് പെരുമ്പാവൂർ. ഇവിടെ ഞാൻ ഓരോ നരനെയും സ്മരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇന്ത്യയിലെ വന നിയമങ്ങൾ കർശനമായതോടെ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1970-കളിൽ നടപ്പായപ്പോൾ കാട്ടിലെ മരങ്ങൾ കിട്ടാതായി. രാജ്യത്ത് മറ്റ് പല സ്ഥലങ്ങളിലും തടി വ്യവസായം പ്രതിസന്ധിയെ നേരിട്ടു. പെരുമ്പാവൂരിനെ അപ്പോൾ രക്ഷിച്ചത് റബ്ബർ മരങ്ങളാണ്. ആ റബ്ബർ മരങ്ങൾ അതുവരെ പാഴ്ത്തടിയായിട്ട് കണ്ടിരുന്നെങ്കിൽ അത് പ്ലൈവുഡ് നിർമ്മാണത്തിന് അനുയോജ്യമാണ് എന്ന് പെരുമ്പാവൂരിലെ വ്യവസായികൾ കണ്ടെത്തിക്കൊണ്ട് പ്ലൈവുഡ് നിർമ്മാണത്തിന് റബ്ബർ തടി ഉപയോഗിക്കുകയുണ്ടായി. ഏതാണ്ട് 750-ലധികം പ്ലൈവുഡ് കമ്പനികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പ്ലൈവുഡ് ഇൻഡസ്ട്രീസ് ഉള്ളത് പെരുമ്പാവൂരിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദിവസവേതനം നൽകുന്നത് കേരളത്തിലാണ്. മറ്റു പല സംസ്ഥാനങ്ങളിൽ, ഞാൻ ഗുജറാത്തിൽ പോയപ്പോഴും 350 രൂപയാണ് അവിടുത്തെ ദിവസക്കൂലി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ എത്ര മുന്നിലാണ്. അതിഥി തൊഴിലാളികൾക്ക് അതും പ്രചോദനമായി. ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മൾ ഗൾഫിൽ പോകുന്ന എന്തിനാണ്? കൂടുതൽ സമ്പാദ്യം ഉണ്ടാക്കാനാണ്. വാസ്തവത്തിൽ അതിഥി തൊഴിലാളികളുടെ ഗൾഫാണ് കേരളവും, പ്രത്യേകിച്ച് പെരുമ്പാവൂരും. ധാരാളം തൊഴിലാളികൾ ഇവിടെ തൊഴിൽ തേടി വരികയുണ്ടായി. പെരുമ്പാവൂരിലെ തടി പ്ലൈവുഡ് വ്യവസായങ്ങൾ കുതിച്ചു കയറി. വ്യവസായവുമായി സാമ്പത്തികമായി മുന്നേറുന്ന പെരുമ്പാവൂരിനെ, ആ മുന്നേറ്റത്തെ നേതൃത്വം കൊടുത്ത മുഴുവൻ വ്യവസായികളെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. പെരുമ്പാവൂരിന്റെ സുരക്ഷതയിലും വളർച്ചയിലും സംസ്ഥാന സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും കൂടുതൽ ശ്രദ്ധയുള്ളത് കൊണ്ടാണ് തുഫാൻ ജാഗരൻ ഇവിടെ നിന്ന് ആരംഭിക്കാൻ തീരുമാനിച്ചത്. നമ്മുടെ ഈ മാസം 2-ാം തീയതി തിരുവനന്തപുരത്ത് കോട്ടൺ ഹിൽ സ്കൂളിൽ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് 1 മാസം ഇന്നലെ പൂർത്തിയായി. ഏഷ്യയിലെ തന്നെ പ്ലൈവുഡ് ക്യാപിറ്റൽ എന്ന പ്രശസ്തിക്ക് പകരം ലഹരിയുടെ കേന്ദ്രമെന്ന കുപ്രസിദ്ധിയിൽ നിന്നുള്ള മോചനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. പോലീസും ജനങ്ങളും ചേർന്ന ജോയിന്റ് ഓപ്പറേഷന് മാത്രമേ ഇത് സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. പോലീസ് മാത്രം വിചാരിച്ചാൽ ഇത് നടപ്പാക്കാൻ കഴിയില്ല. ജനങ്ങളുടെ പരിപൂർണമായ സഹകരണം കേരള സർക്കാരിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിഥി തൊഴിലാളികളെ മറയാക്കിയും അവരെ ഉപയോഗിച്ചും ലഹരി മാഫിയ കേരളത്തിൽ തന്നെ വൻതോതിലുള്ള ലുക്രേറ്റീവ് ബിസിനസ്സായി ഇത് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ വന്ന ലഹരി മാഫിയയ്ക്ക് സ്വയം പ്രവർത്തിക്കാൻ സാധ്യമല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. മലയാളികളായിട്ടുള്ള, നമ്മുടെ തദ്ദേശവാസികളായിട്ടുള്ള കേരളത്തിന്റെ പല ഭാഗത്തും ഇത് ഏറ്റവും ആകർഷകമായ വ്യവസായമാണെന്ന് കണ്ടെത്തിക്കൊണ്ട് അത്തരം ക്രിമിനലുകൾ, ലഹരി ശൃംഖലയിലെ പല മാന്യന്മാരും ഈ കണ്ണിയോടൊപ്പം ചേർന്നു എന്നുള്ളതും ദുഃഖകരമായ ഒരു കാര്യമാണ്. പോലീസ് അവരുടെ ഓരോരുത്തരുടെയും പിന്നിലുണ്ട്
എന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. തുഫാൻ ആഞ്ഞടിച്ചപ്പോൾ 5260 കേസുകളിലായി 5634 അറസ്റ്റ് ഇന്ന് 12 മണി വരെ നടന്നിട്ടുണ്ട് എന്ന് ഞാൻ അറിയിക്കുകയാണ്. ഇതൊരു ചരിത്രമാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇതുപോലെയുള്ള ഈ മയക്കുമരുന്നിനെതിരെയുള്ള ഇത്രയും വലിയൊരു പോരാട്ടം നടന്നിട്ടില്ല. തുഫാൻ കെയർ ലഹരി വ്യാപനം തടയുന്നതോടൊപ്പം ലഹരിക്ക് അടിമകളായ ഏതാണ്ട് 70ഓളം ആളുകളെ ഞങ്ങളിപ്പോൾ ആശുപത്രികളിൽ ചികിത്സിക്കുകയാണ്. സാധാരണ ജീവിതത്തിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ദൗത്യമാണ് കേരള പോലീസ് നിറവേറ്റുന്നത്. കേരളത്തിലെ പ്രമുഖങ്ങളായ 35 ആശുപത്രികളുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം ഇതിന് തയ്യാറാണ്. അതിന് തുഫാൻ കെയർ എന്ന് പറയും. ആ തുഫാൻ കെയറിന് ആദ്യമായി ഞങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വന്ന അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് ആശുപത്രികളും ഇതിന്റെ ഭാഗമായി ചേരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വരും ദിവസങ്ങളിൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരി, തെലങ്കാന എന്നീ മുഖ്യമന്ത്രിമാർക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി കത്തയച്ചു. ഈ മാസം 10-ാം തീയതി നമ്മുടെ DGPയുടെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനങ്ങളിലെ എല്ലാ DGPമാരും കേരളത്തിൽ ഒത്തുചേരുകയാണ്. ഈ എല്ലാ DGPമാരും കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും പുതുശ്ശേരിയുടെയും തെലങ്കാനയുടെയും DGPമാർ ഒരുമിച്ച് സമ്മേളിച്ച് കേരളത്തിന്റെ 4 അതിരുകളിലേക്ക് ഈ മയക്കുമരുന്ന് കൊണ്ടുവരുന്ന ആളുകളെ തടയാനുള്ള ഒരു വിപുലമായ പദ്ധതി നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ പരസ്പരമുള്ള ഇന്റലിജൻസ് ഷെയറിംഗ് ഈ കാര്യത്തിൽ വളരെ ഗുണം ചെയ്യുമെന്നാണ് ഞങ്ങളുടെ കണ്ടെത്തൽ. അതിനു വേണ്ടിയിട്ടുള്ള കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര ഏജൻസികൾ എല്ലാവരെയും, മറൈൻ പോലീസ്, അതോടൊപ്പം തന്നെ ഇന്റലിജൻസ്, കസ്റ്റംസ്, CRPF ഉൾപ്പെടെയുള്ള ആന്റി നർക്കോട്ടിക് ബ്യൂറോ ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും യോഗം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വിളിച്ചു. ഞാനും പങ്കെടുത്തതാണ്. അവരുടെ എല്ലാ സഹായം നമുക്കിതിൽ ലഭിക്കുകയാണ്. പെരുമ്പാവൂർ ലഹരി ക്യാപിറ്റൽ എന്ന കുപ്രസിദ്ധി മാറണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള പവിത്രവും മനോഹരവുമായ സ്ഥലമാണിവിടെ. തന്നെയുമല്ല, ബുദ്ധിശാലികളായ ജനങ്ങൾ താമസിക്കുന്ന ഒരു നാടാണ് ഈ പെരുമ്പാവൂർ. പെരുമ്പാവൂരിൽ ലഹരി ഉപയോഗിക്കുന്നതിൽ കൂടുതൽ ഒരുപക്ഷെ അതിഥി തൊഴിലാളികളാകാം. പക്ഷേ വ്യാപനം നടത്തുന്ന അവർ മാത്രമല്ല, മലയാളികളുമുണ്ട്. തൊഴിലാളികളെ മറയാക്കി പ്രവർത്തിക്കുന്ന ആളുകളും ഉണ്ട് എന്നുള്ള സത്യം നമ്മൾ കാണാതെ കടന്നു പോകരുത്. അവരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരെ ഇതിന് ഉപയോഗിക്കുന്ന ആളുകൾ വലിയ ബുദ്ധിശാലികളായ ആളുകളാണ്. ഇവരിപ്പം നമ്മൾ ഓപ്പറേഷൻ തുഫാൻ തുടങ്ങിയ ശേഷം ഈ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി അല്പം നിശബ്ദമാണ്. വലിയ ബുദ്ധിമാന്മാരാണിവർ. അവരിപ്പോൾ ചെയ്തിരുന്നത് ഇത് പോലീസിന്റെ ഒരു ആരംഭ ശൂരത്വമാണ്. 1 മാസം 2 മാസം കഴിഞ്ഞാൽ വീണ്ടും പഴയപടിയാകും. അപ്പോൾ നമുക്ക് വ്യവസായവും വ്യാപാരവും തുടങ്ങാം എന്ന് കരുതി ഇപ്പോൾ ഒളിച്ചിരിക്കുന്നവരുണ്ട്. അവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഈ പണി നിർത്തിയില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ കൈകളിൽ വിലങ്ങ് വീഴും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പൊളിച്ചെഴുതണം നമുക്ക് പെരുമ്പാവൂരിന്റെ ദുഷ്പേര്. ഈ നാടിന്റെ മഹിമയും അന്തസ്സും ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് ഒറ്റമിച്ച് പരിശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നലെ ഞാൻ DGPയുമായി സംസാരിച്ചു. ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കേരളത്തിൽ ഉണ്ടാക്കാൻ തീരുമാനിക്കുകയാണ്. ഇതിനു വേണ്ടി മാത്രം നേരത്തെ തന്നെ പോലീസിൽ നർക്കോട്ടിക് DYSP ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. അവരാരും ഒന്നും ചെയ്തില്ല എന്നുള്ള സത്യമാണ്. പക്ഷെ അവരുണ്ട്. ഞങ്ങൾ ആ സിസ്റ്റത്തെ ഒന്ന് മാറ്റാൻ പോവുകയാണ്. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഫോർ ഓപ്പറേഷൻ തുഫാൻ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആവശ്യാനുസരണമുള്ള വാഹനങ്ങൾ, ആവശ്യാനുസരണമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ നർക്കോട്ടിക്കിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഓപ്പറേഷൻ തുഫാനോടൊപ്പം നിർത്താൻ അവരെ നിയമിക്കാൻ നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവി തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു പരിപാടി നടന്നുകൊണ്ട് മാത്രം
ഈ ലഹരി വ്യാപനം പൂർണ്ണമായി നിർത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു തുടർ പ്രക്രിയയാണ്. ഈ പ്രക്രിയയ്ക്ക് ജനങ്ങളുടെ സഹകരണം ഉണ്ടാകണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായം ഉണ്ടാകണം, MLA-മാരും MP-മാരുടെ സഹായം. ഞാൻ എല്ലാവർക്കും കത്തയച്ചിട്ടുണ്ട്. ഇപ്പോൾ 140 MLA-മാരും രാഷ്ട്രീയം മറന്ന് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അടിയോടെ ലഹരി ശൃംഖല തകർത്തിട്ട് മാത്രമേ കേരള പോലീസ് പിൻവാങ്ങുകയുള്ളൂ എന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സംശയവും വേണ്ട, ഈ മരണത്തിന്റെ വ്യാപാരികളെ നമ്മൾ നിലയ്ക്ക് നിർത്തുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ ഇവിടെ അമ്മമാർ തങ്ങളുടെ മക്കൾ ലഹരി ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കി കരയുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ലഹരിക്ക് അടിമയായ ഭർത്താവിന്റെ പീഡനം ഈ കേരളത്തിൽ ഒരു സ്ത്രീയും അനുഭവിക്കാൻ പാടില്ല. ഇവിടുത്തെ വിദ്യാലയങ്ങളിൽ അധ്യാപകരെ കബളിപ്പിച്ച് ഈ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇവിടുത്തെ പെൺകുട്ടികൾ ഭയരഹിതമായി കേരളത്തിന്റെ തെരുവീഥികളിലൂടെ നടക്കാനുള്ള അവരുടെ അവകാശം ഞങ്ങൾ പുനഃസ്ഥാപിക്കും. അതുകൊണ്ട് തലയിലൊരു സ്വർണ്ണക്കുടവുമായി ഏതൊരു അമ്മയ്ക്കും ഏതൊരു സഹോദരിക്കും നിർഭയമായി കേരളത്തിന്റെ തെരുവീഥികളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന അവസ്ഥ ഞങ്ങൾ ഉണ്ടാക്കും. വ്യാപാരികൾക്ക് മാന്യമായ ഭയരഹിതമായി വ്യവസായവും വ്യാപാരവും നടത്താനുള്ള അവസ്ഥ ഞങ്ങൾ ഉണ്ടാക്കും. ഇവിടെ വികസനം വരണം, വ്യവസായങ്ങൾ വളരണം, ടൂറിസം അഭിവൃദ്ധി പ്രാപിക്കണം. ഇതിനൊക്കെ ആവശ്യം ലഹരിയുടെ വേരറക്കുക എന്നുള്ളത് തന്നെയാണ്. പെരുമ്പാവൂരിൽ പോലീസിന്റെ ശ്രദ്ധയുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വേണമെന്ന് MLA-യും മുനിസിപ്പൽ ചെയർമാനും പറഞ്ഞു. ഇവിടെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ നിയമിക്കാൻ എന്ന കാര്യം DGP ഇവിടെ പറയും. വ്യാപാരം നടത്തുന്നവർക്ക് ജീവിതം നഷ്ടപ്പെടും എന്നോർക്കണം. നിങ്ങൾക്കുള്ള ശിക്ഷ നരകത്തിൽ മരണത്തിന് ശേഷമായിരിക്കില്ല, ഇവിടെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ഉണ്ടാകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ ലഹരി വിപണനത്തിന്റെ ശൃംഖല മുഴുവൻ കേരള പോലീസിന്റെ കയ്യിൽ അതിന്റെ മുഴുവൻ റെക്കോർഡുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് എല്ലാ വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. എല്ലാ ഇന്റലിജൻസ് വിഭാഗം ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ, ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. പെരുമ്പാവൂരിൽ നിന്നാണ് 18 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചത്. അതും ASP താമസിക്കുന്ന ഫ്ളാറ്റിന്റെ മുകളിലത്തെ ഒരു ഫ്ളാറ്റ് എടുത്ത് അതിനേക്കാൾ വലിയ സുരക്ഷിത സ്ഥലം കണ്ടെത്താനില്ലല്ലോ. അതിന്റെ മുകളിലാണ് താമസിച്ചുകൊണ്ട് ഈ കച്ചവടം നടത്താൻ ആഗ്രഹിച്ചത്. കാസർഗോഡ് മിഠായികൾ ക്ലീൻ കമ്പനി എന്ന് പറയുന്ന ഒരു ബോർഡ് വെച്ചൊരു കമ്പനി പ്രവർത്തിക്കുകയാണ്. പോലീസിന്റെ അന്വേഷണത്തിൽ ഇത് ഇതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അവിടെ മയക്കുമരുന്ന് മിഠായികൾ ഉണ്ടാക്കുകയാണ്. പോലീസ് പിടിച്ചപ്പോൾ ആയിരക്കണക്കിന് മിഠായികളാണ് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് അവിടെ നിർമ്മിച്ചത്. അത് മുഴുവൻ പോലീസ് പിടിച്ചെടുത്തു, അവരെ ജയിലിനകത്താക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മൾ എവിടെ നിൽക്കുന്നു. ഒരു രണ്ടാനച്ഛൻ താമരശ്ശേരിയിൽ ഒരു കുട്ടി കുട്ടികൾക്ക് വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലോ, വാട്ടർ ബോട്ടിലകത്ത് ലഹരി ഒഴിച്ചു കൊടുക്കുകയാണ്, മദ്യം ഒഴിച്ചു കൊടുക്കുകയാണ്. ആ കുട്ടി അത് കുടിച്ച് ഛർദിച്ച് ആശുപത്രിയിൽ അറസ്റ്റ് ചെയ്തു. കേരളത്തിൽ ഇത്തരം ഞെട്ടിപ്പിക്കുന്ന ഒത്തിരി ഉദാഹരണങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ലഹരി വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്ന, വിൽക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഊരിപ്പോകുന്നു എന്നത് ബഹുമാനായ MLA ഇവിടെ പറഞ്ഞു. അത് NDPS ആക്ടിന്റെ ഒരു പോരായ്മയാണ്. ഞാൻ ബെന്നി മേനോനോട് പറയാം, അദ്ദേഹം പാർലമെന്റ് 20 തീയതി തുടങ്ങും. NDPS ആക്ട് കേന്ദ്ര ആക്ടാണ്. അതിനകത്ത് മാറ്റങ്ങൾ വന്നാൽ മാത്രമേ ഈ ആളുകൾ, കാരണം ഇതെല്ലാം ചെറിയ പൊതിയാക്കിയാൽ അവർക്ക് പെട്ടെന്ന് സ്റ്റേഷൻ ജാമ്യം കിട്ടും. അതൊരു അപാകതയാണ്. കേന്ദ്ര ഗവൺമെന്റിനോട് ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഈ കാര്യം ഉന്നയിക്കാവുന്ന ശ്രീ ബെന്നി ബെഹനാൻ സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഗുണ്ടകളല്ല, സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ചിലർക്ക് ധാരണയുണ്ട് ഗുണ്ടകളാണ് ഭരിക്കുന്നത്. ഒരിക്കലുമല്ല. ഗുണ്ടകളെ, സാമൂഹ്യ വിരുദ്ധന്മാരെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്ന ഒരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. ജനവോട്ടും പ്രതീക്ഷയും നൽകിയ സർക്കാർ മാഫിയയ്ക്കല്ല ഭരിക്കാനുള്ള മാൻഡേറ്റ് നൽകിയിട്ടുള്ളത്. പെരുമ്പാവൂരിലെ പ്ലൈവുഡ് വ്യവസായം കൂടുതൽ ഉണരണം. ലഹരിയുടെ മണം
വ്യാപാരത്തെ ഒരിക്കലും തളർത്താൻ പാടില്ല. ആ ലഹരിയാണ് ഞങ്ങൾ തകർക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ വേദിയിൽ വെച്ച് തുഫാൻ വാരിയേഴ്സായി പ്രഖ്യാപിക്കുകയാണ്. ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. പെരുമ്പാവൂരിന്റെ സവിശേഷമായ സാഹചര്യം, അതിനനുസരിച്ച് കൂടുതൽ ശക്തി പോലീസിന് ശക്തി ഉണ്ടാകും, കൂടുതൽ ആളുകൾ പോലീസുകാരുണ്ടാകും ഈ വേദിയിൽ. അതുകൊണ്ടാണ് DGP അടക്കം, DIG അടക്കം, SP അടക്കം മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ലഹരി കടത്തുന്ന ട്രെയിനുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ഇത് വരുന്ന എവിടുന്നാണ്? ആകാശത്തു കൂടെ വരുന്നു, കടലിലൂടെ വരുന്നു, കരയിലൂടെ വരുന്നു. പുതിയ പുതിയ മാർഗങ്ങളാണ്. ഇപ്പൊ റെയിൽവേയിൽ നമ്മൾ പരിശോധന ശക്തമാക്കിയപ്പോൾ ഡ്രോപ്പിൻ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ഒരാൾ ചെന്ന് ഇത് ഇട്ടുകൊടുക്കുകയാണ്. അവിടെ ആളുണ്ടാവും, ആള് കൊണ്ടുപോകും. അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കാനുള്ള പ്രത്യേക സംവിധാനം റെയിൽവേ പോലീസും കേരള പോലീസും ചേർന്ന് നിയന്ത്രിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എയർപോർട്ടിൽ വരുന്നവർ, അതുപോലെയാണ് കപ്പലിൽ വരുന്നവർ, കടലിൽ വരുന്നവർ അവരെല്ലാം ഈ ലഹരി വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ്. 5 സ്റ്റാർ ഹോട്ടലുകൾ, സിനിമാ രംഗത്ത് ഇതുണ്ട് എന്ന് പറയപ്പെടുന്നു. അതുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ഒരു കാരവാനും ഈ ലഹരി ഉപയോഗിക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. പെരുമ്പാവൂരിലെ മുഴുവൻ ജനങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ദയവായി നിങ്ങൾ ഇതിനോട് സഹകരിക്കണം. പോലീസ് നിങ്ങളുടെ കാവലാളാണ്. കേരളത്തിന്റെ കാവലാളായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറായി മുന്നോട്ട് വരികയാണ്. നിങ്ങൾ അവരെ സഹായിക്കണം, സഹകരിക്കണം. ഈ വലിയ പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കണം. ഇന്ന് പെരുമ്പാവൂരിന്റെ കാര്യത്തിൽ പോലീസ് സേന കഴിഞ്ഞ 1 മാസമായി ഒരു കൊടുങ്കാറ്റായി തൂക്കിയടിക്കുകയാണ്. സാഹസ്യവും കഠിനവുമായി പെരുമ്പാവൂർ സേവനം ചെയ്യുന്ന പോലീസ് സേനയെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. നമുക്കൊരു ഉഗ്രം കയ്യടി DGPക്ക് നൽകാം. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കേരളത്തിൽ ഈ ശക്തമായ പോരാട്ടം. ആരുടെ മുമ്പിലും മുട്ടുമടക്കാതെ ലഹരി മാഫിയയെ പരിപൂർണമായി അടിച്ച് തകർക്കാനുള്ള നീക്കവുമായിട്ടാണ് കേരള പോലീസ് മുന്നോട്ട് പോകുന്നത്. പെരുമ്പാവൂരിലെ ജനങ്ങൾക്ക് നന്ദി പറയുന്നു, MLAക്ക് നന്ദി പറയുന്നു, MP ക്ക് നന്ദി പറയുന്നു, മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെയുള്ള എല്ലാവരോടും, നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദൗത്യത്തിൽ എല്ലാവരും പങ്കാളികളാകണം. നമ്മുടെ ജീവിതം പുകച്ചു കളയാനുള്ളതല്ല, ജീവിതമാണ് ലഹരി. ജീവിതം ജീവിച്ചു തീരാനുള്ളതാണ്, പുകച്ചു കളയാനുള്ളതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ്.